ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡോക്യുമെൻറ്റേഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ മൈനർ പേപ്പറാണ്. അപ്പോൾ നമുക്കതിൻ്റെ സിലബസ് കണ്ട് ഈ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സീ ദ സിലബസ്. ഇതിനകത്ത് 4 മൊഡ്യൂൾസാണുള്ളത്. ദ ഫസ്റ്റ് 3 മൊഡ്യൂൾസാണ് നിങ്ങൾക്ക് തിയറി എക്സാമിനുള്ളത്, ആൻഡ് ദ 4th മൊഡ്യൂൾ ഈസ് ഫോർ പ്രാക്ടിക്കൽസ്. ദ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ലിബ്രെ ഓഫീസ് റൈറ്റർ. ലിബ്രെ ഓഫീസിലെ ഓഫീസ് സ്യൂട്ടിലെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ആൻഡ് ദ സെക്കൻഡ് മൊഡ്യൂൾ ഈസ് സ്ക്രൈബസ്. ഇറ്റ്സ് എ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ. ഇതും ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ദെൻ ഗൂഗിൾ ഡോക്സ്, എ വെബ് ബേസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. അതും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ 3 സോഫ്റ്റ്വെയർസാണ് നിങ്ങൾക്ക് തിയറി എക്സാമിന് വരുന്നത്. ആൻഡ് ദ പ്രാക്ടിക്കൽ മൊഡ്യൂളാണ് 4th മൊഡ്യൂൾ. ഈ 4th മൊഡ്യൂളിലാണ് നിങ്ങൾ ഈ 3 മൊഡ്യൂൾസിൻ്റെയും പ്രാക്ടിക്കൽസ് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നത്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലാണ് നിങ്ങൾക്ക് ഈ സിലബസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ലിബ്രെ ഓഫീസ് റൈറ്റർ. ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദ ഫീച്ചേഴ്സ് ആൻഡ് ദ ഇൻ്റർഫേസസ് ഓഫ് ലിബ്രെ ഓഫീസ് റൈറ്റർ, ലെറ്റ്സ് സീ വാട്ട് എ സോഫ്റ്റ്വെയർ ഈസ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോഗ്രാംസ് ദറ്റ് ടെൽസ് ദ കമ്പ്യൂട്ടർ ഓർ എനി ഇലക്ട്രോണിക് ഡിവൈസ് how to operate or perform a particular task. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു ഓപ്പറേറ്റ് എ കമ്പ്യൂട്ടർ ഓർ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. അതിനും ഒരു കമ്പ്യൂട്ടർ ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണത്. സോ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഫ്രം ദ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഹാസ് 2 ഫങ്ഷണാലിറ്റീസ് ആൻഡ് വി ക്യാൻ ഡിവൈഡ് ദ സോഫ്റ്റ്വെയർ ഇൻറ്റു 2 ടൈപ്സ്: സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓപ്പറേറ്റ്സ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ആ സോഫ്റ്റ്വെയർ ദാറ്റ് ഓപ്പറേറ്റ്സ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് computer contains so many components, and these components ഒരു യൂസർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു യൂസർക്ക് ഈ കമ്പോണൻസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ യൂസറിനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യിക്കാൻ കേപ്പബിൾ ആക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചാൽ ആ കമ്പ്യൂട്ടറിലെ കമ്പോണൻസ് ഒന്നും നമുക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്സസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ദ കമ്പ്യൂട്ടർ യൂസർ. ഈ കമ്പ്യൂട്ടർ യൂസർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആകാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആകാം. ഇനി ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൽ സെക്കൻഡ് കാറ്റഗറി വരുന്നത്, ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ഒരു പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ ഓർഡർ ടു ഗീവ് എ പ്രിൻറ്റ് കമാൻഡ്, നമുക്ക് വെറുതെ പ്രിൻ്ററുമായിട്ട് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് കമാൻഡ് കൊടുത്താൽ പ്രിൻ്റ് ആവത്തില്ല. അത് ചെയ്യണമെങ്കിൽ ആ പ്രിൻ്ററിൻ്റെ പ്രിൻ്റർ ഡ്രൈവർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഡിവൈസ് ഡ്രൈവേഴ്സാണ് നെക്സ്റ്റ്. അതുപോലെയുള്ള എക്സ്റ്റേണൽ ഡിവൈസസ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് അതിനകത്തേക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ആ ഡിവൈസിൻ്റെ ഡ്രൈവർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. നമ്മളിപ്പം ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. പൈത്തൺ, കോബോൾ, C++, ജാവ, ഇങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസ് ആർ മോർ ഓർ ലൈക്ക് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജസ്. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ല. കമ്പ്യൂട്ടറിന് 0101 ബൈനറി മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ബൈനറിയിലേക്ക്, ഹൈ ലെവൽ ലാംഗ്വേജിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടൂൾസ്, സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് എക്സാമ്പിളാണ് കമ്പൈലേഴ്സ്, ഇൻ്റർപ്രറ്റേഴ്സ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് മെയിനായിട്ടുള്ളത്.
ഇനി വരുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമുക്കൊരു ലെറ്റർ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിനകത്ത് കാൽക്കുലേഷൻസ് നടക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേർഡ്, എക്സൽ അല്ലെങ്കിൽ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ പോയിൻറ്റ് അല്ലെങ്കിൽ ഇംപ്രസ് അങ്ങനെ പ്രസൻറ്റേഷന് യൂസ് ചെയ്യുന്ന ടൂൾസ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. So application software is a type of computer programs that performs a specific personal, educational and business function. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് കണ്ടു, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർസിനെ, ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസിനെയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ചെയ്യുന്ന ചില ക്രൈറ്റീരിയസ് ബേസ് ചെയ്താണ്. അപ്പോൾ ലെറ്റ്സ് സീ the different classifications one by one. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് proprietary softwares, second one freewares, third one sharewares and the fourth one is free open source softwares. Proprietary softwares, we all know proprietary means it is owned by someone. അപ്പോൾ ഒരു proprietary software എന്ന് പറഞ്ഞാൽ it is owned by a developer. It can be a company or an individual. ഒരാൾ ഓൺ ചെയ്തതാണെങ്കിൽ ഇറ്റ്സ് യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകും. അയാൾ ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഓൺ ചെയ്തതാണെങ്കിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ അതിന് മണി കൊടുക്കണം. അപ്പോൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിൻ്റെ ഒരു പ്രത്യേകത, അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളതിന് പൈസ കൊടുക്കണം. അത് പൈസ കൊടുത്ത് നമ്മളത് പർച്ചേസ് ചെയ്താലും അതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ അല്ല. അതായത് ആ പ്രോഗ്രാം എഴുതി ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്ന കോഡ് കോഡ് നമുക്ക് അവൈലബിൾ അല്ല. നമുക്കത് യൂസ് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിൽ മാത്രം അത് യൂസ് ചെയ്യാം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവകാശവും നമുക്കില്ല. അതിനുള്ള ലൈസൻസ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓൺഡ് ബൈ എ ഡെവലപ്പർ ഓർ എ കമ്പനി ആൻഡ് ഇത് റിസ്ട്രിക്ട്സ് ദ യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ചാർജസ് മണി ഫോർ ദ യൂസ് ആൻഡ് ദ സോഴ്സ് കോഡ് ഈസ് കെപ്റ്റ് സീക്രട്ട്. ഇനി അടുത്തത് ഫ്രീവെയർ. ഫ്രീവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീവെയർ റെഫേഴ്സ് ടു കോപ്പിറൈറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് മെയ്ഡ് അവൈലബിൾ ഫോർ ഫ്രീ ഓഫ് ചാർജ് ഫോർ ആൻ അൺലിമിറ്റഡ് പീരീഡ്. ഫ്രീവെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഫ്രീ ഓഫ് കോസ്റ്റ്. പക്ഷേ ഒരു പ്രത്യേകത, നമുക്ക് യൂസ് ചെയ്യാൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് കിട്ടുമെങ്കിലും സോഴ്സ് കോഡ് ഈസ് നോട്ട് അവൈലബിൾ ആൻഡ് യൂസേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് യൂസ് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂഷനും ഒരു ലൈസൻസിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആകും, സോഴ്സ് കോഡ് നമുക്ക് കിട്ടില്ല. യൂസേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് ലൈസൻസ് വഴി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുമുണ്ട്. യൂസേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് വഴി റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പർപ്പസ് എന്താണെന്ന്, ചില സോഫ്റ്റ്വെയർസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ അത് ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ കാണും. ഇനി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും അത് എഡ്യൂക്കേഷണൽ പർപ്പസിന് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് കാണും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഫ്രീ വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊസില്ല ഫയർഫോക്സ് ഒക്കെ ഫ്രീ വെയറിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്കൈപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീവെയർ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷെയർവെയർ. The term shareware refers to commercial software that is distributed on a trial basis. നമ്മൾ ചില സോഫ്റ്റ്വെയർസിൻ്റെയൊക്കെ ബീറ്റ വേർഷൻ റിലീസായി എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കത് കിട്ടും, പക്ഷേ അതിൻ്റെ ഫങ്ഷനാലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഒരു പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാതെ നമുക്ക് ആ ഷെയർവെയർസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കുകയല്ല, അത് ഒരു ട്രയലിന് വേണ്ടിയിട്ട് കമ്പനി റിലീസ് ചെയ്യുന്നതാകും. അപ്പോൾ നമുക്കത് നമ്മുടെ ലിമിറ്റഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഷെയർവെയർസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ബീറ്റ വേർഷൻ റിലീസ് ചെയ്താൽ അതിനകത്ത് ഫുൾ ഫങ്ഷനാലിറ്റി ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ യൂസർക്ക് അത് യൂസ് ചെയ്യാം. ഇത് കമ്പനിക്കും മെച്ചമാണ്, കാരണം അതിനകത്തെ ബഗ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
യൂസേഴ്സ് എന്തായാലും യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ബഗ്സ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് റേസ് ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഷെയർവെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ്. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് ദ യൂസർ ദ ഫ്രീഡം ടു യൂസ്, കോപ്പി, ഡിസ്ട്രിബ്യൂട്ട്, എക്സാമിൻ, ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് ദ സോഫ്റ്റ്വെയർ. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് അതിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്കായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ റിലീസ് ചെയ്ത് കഴിയുമ്പം, അതിൻ്റെ സോഴ്സ് കോഡ് ഇട്ട് കഴിയുമ്പം അത് ഒബ്സർവ് ചെയ്യാനും അത് എക്സാമിൻ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇംപ്രൂവ്മെൻറ്റ്സ് നടത്താനും ഒക്കെ ധാരാളം ടെക് പേഴ്സണാലിറ്റീസ് കാണും. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എൻഹാൻസ് ചെയ്യാം. അതിന് യാതൊരു ലൈസൻസ് റെസ്ട്രിക്ഷൻസും ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടുന്നു എന്ന് മാത്രമല്ല, നമുക്കൊരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ കോഡിനെ ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസാണ് നമ്മൾ പഠിക്കുന്ന 3 മൊഡ്യൂൾസിലും നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് തന്നെയാണ്. ഇനി നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൻ്റെ അഡ്വാൻറ്റേജസ് കാണാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആണ്. അതായത് ഒരാൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അതൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം അഡീഷണൽ ഫീച്ചേഴ്സ് വേണോ, ആ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, വേണ്ടാത്തത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി അത് യൂസ് ചെയ്യുന്ന യൂസർക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് തിങ് ഈസ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഒരു ഡെവലപ്പർ ആദ്യം അത് ഡെവലപ്പ് ചെയ്തു, ഇനി അത് കമ്മ്യൂണിറ്റിയിലേക്ക് പോസ്റ്റ് ചെയ്തു. ഇഫ് ദ software personnel does not want to continue in developing that particular program, അയാൾക്കത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ടേക്ക് ഓവർ ചെയ്തോളൂ അത് ആ സോഫ്റ്റ്വെയർ. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് ഒരിക്കലും ഒരു സപ്പോർട്ട് കിട്ടാതിരിക്കുന്നില്ല. ഒരു സ്റ്റേബിൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും. കാരണം ഒരു കമ്മ്യൂണിറ്റി, അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കാണും. ആ കമ്മ്യൂണിറ്റി എന്തായാലും അതിൽ ഡെവലപ്മെൻറ്റ്സ് നടത്തും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിന് ഒരു ലോങ് ടേം ലൈഫ് കിട്ടുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്യൂർ ആൻഡ് റിലയബിൾ. സെക്യൂർ ആൻഡ് റിലയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് അതിൻ്റെ സോഴ്സ് കോഡ് ഇടുന്നത്. സോ അതിനകത്ത് എന്തെങ്കിലും ഹാക്കിംഗ് അതുപോലെയുള്ള എന്ത് വന്നാലും അതിനെ കേറ്റർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ അവിടെ കാണും. അപ്പം എന്തായാലും ആ സോഫ്റ്റ്വെയർ സെക്യൂർ ആയിരിക്കും, നമുക്ക് റിലേ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ്. ദെൻ ഈസിയർ ഇവാലുവേഷൻ. ആസ് എ സോഴ്സ് കോഡ് ഈസ് അവൈലബിൾ ടു യൂസേഴ്സ്, available to many users in the community. എന്തെങ്കിലും ആ കോഡിന് എന്തെങ്കിലും ബഗ്, എന്തെങ്കിലും എറേഴ്സ് അതിനുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് ഈസിലി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി ആ ബഗ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈസിയർ ഇവാലുവേഷൻ പോസിബിൾ ആണ്. ദെൻ ബെറ്റർ സപ്പോർട്ട് നമ്മൾ സ്റ്റെബിലിറ്റിയുടെയും ഫ്ലെക്സിബിലിറ്റിയുടെയും കാര്യം പറഞ്ഞതുപോലെ മെനി നമ്പർ ഓഫ് ഡെവലപ്പേഴ്സും കമ്പനീസും ഒക്കെ ഈ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിയിലുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് കിട്ടും. ദെൻ പോസിബിൾ സേവിങ്സ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. വാട്ട്സ് എ സോഫ്റ്റ്വെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, ഹൗ ടു ക്ലാസിഫൈ സോഫ്റ്റ്വെയർസ്. ഇനി ഇതിൻ്റെ ഒരു ഗൂഗിൾ ഫോം, ഇപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ട്യൂട്ടോറിയൽ ഒരു ഗൂഗിൾ ഫോം നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യും. ആ ഗൂഗിൾ ഫോമിലെ ആൻസേഴ്സ് ഫില്ല് ചെയ്ത് ഇന്ന് തന്നെ അത് നിങ്ങൾ അതിൻ്റെ റെസ്പോൺസ് ഇടണം. അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡൻസ് തരണത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കമ്പോണൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ തുടരും. താങ്ക് യു.